നമസ്കാരം. വചന സമീക്ഷയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്നത്തെ വിചിന്തനത്തിനായുള്ള തിരുവചന ഭാഗം സങ്കീർത്തനങ്ങൾ 66-ാം അധ്യായം 39-ാം വാക്യം. എന്നാൽ ദൈവം കേട്ടിരിക്കുന്നു, എൻ്റെ പ്രാർത്ഥനാ ശബ്ദം ശ്രദ്ധിച്ചിരിക്കുന്നു. പ്രിയമുള്ളവരെ, നമ്മളൊക്കെ പലപ്പോഴും പലരുടെയും ജീവിതത്തിൽ നല്ല കേൾവിക്കാരാകാറുണ്ട്. അതുപോലെ തന്നെ പലപ്പോഴൊക്കെയും അല്ലെങ്കിൽ ചിലപ്പോഴൊക്കെയും നമ്മുടെ ജീവിതത്തിലും മറ്റുള്ളവർ അങ്ങനെ തന്നെ ചെയ്തെന്ന് വരാം. എന്നിരുന്നാലും നല്ല കേൾവിക്കാരാവുക എന്നതിനേക്കാൾ ഉപരി എന്താണ് പ്രശ്നമെന്നും അതിനുള്ള ഒരു ശ്രദ്ധ നൽകിക്കൊണ്ട് അതിനുള്ള പരിഹാരം അവർക്ക് പറഞ്ഞു നൽകുക എന്നുള്ളതുമാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെയെങ്കിൽ ഈ വചനം തന്നെ നമ്മളോട് പറയുന്നുണ്ട്, ദൈവം കേൾക്കുക മാത്രമല്ല, പിന്നെയോ ദൈവവും മനുഷ്യനും തമ്മിലുള്ള സംസാരമാകുന്ന സമ്പർക്കമാകുന്ന പ്രാർത്ഥന എന്ന എൻ്റെ ശബ്ദത്തെ അവിടുന്ന് ശ്രദ്ധിച്ചുകൊണ്ടേയിരിക്കുന്നു എന്നുള്ളതാണ്. ഈ വചനം നമ്മെ പഠിപ്പിക്കുന്നതും അല്ലെങ്കിൽ നമ്മെ ശക്തിപ്പെടുത്തുന്നതും അടിയുറച്ച ആശയത്തിൽ ഊന്നി തന്നെയാണ്. എന്താണ്? ദൈവം കേൾക്കുക മാത്രമല്ല, പിന്നെയോ നിരന്തരം നമ്മുടെ പ്രാർത്ഥനാ ശബ്ദങ്ങൾ, ദൈവവുമായിട്ട് നാം നടത്തുന്ന സമ്പർക്കങ്ങൾ, സംഭാഷണങ്ങൾ ഒക്കെയും ശ്രദ്ധിച്ചുകൊണ്ടേയിരിക്കുന്നു. അങ്ങനെയെങ്കിൽ അത്രമാത്രം ദൈവശ്രദ്ധയുള്ള നമ്മുടെ ജീവിതങ്ങളെ, നമ്മുടെ നിത്യജീവിതത്തെ ഒക്കെയും അതേ ദൈവത്തിലേക്ക് സമർപ്പിക്കുവാൻ ഈ വചനത്തിലൂടെ നമുക്ക് പരിശ്രമിക്കാം. അതിനുള്ളതായി നമുക്ക് പ്രാർത്ഥനാപൂർവ്വം മുന്നോട്ട് നീങ്ങാം. വചന സമീക്ഷയുടെ അധ്യായത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഒരിടത്ത് ഒരു കർഷകൻ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിനാകട്ടെ പ്രിയപ്പെട്ട 2 കുടങ്ങളും, അതും മൺകുടങ്ങൾ. ഈ കുടങ്ങൾ കയ്യിലെടുത്തുകൊണ്ട് അദ്ദേഹം അതിരാവിലെ എഴുന്നേറ്റ് ഒരു പുഴയിലേക്ക് പോയി അവിടെ നിന്നും വെള്ളം കൊണ്ടുവന്ന് തൻ്റെ കൃഷിസ്ഥലത്തേക്ക് അത് ഉപയോഗിച്ചിരുന്നു. പിന്നെയും അദ്ദേഹത്തിൻ്റെ വീട്ടിലെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടും അദ്ദേഹം ഈ കുടങ്ങൾ ഉപയോഗിച്ചിരുന്നു. ഒരുപാട് കാലങ്ങളായി അത് ഉപയോഗിക്കുന്നത് കൊണ്ട് തന്നെ ഏറ്റവും സുരക്ഷിതമായി അദ്ദേഹം അതിനെ സംരക്ഷിക്കുവാനും പരിശ്രമിച്ചു പോന്നു. അങ്ങനെയിരിക്കെ ഒരു ദിവസം ഈ 2 കുടങ്ങൾക്കും മറ്റുള്ള കുടങ്ങളോട് തങ്ങളെ താരതമ്യപ്പെടുത്തുമ്പോൾ അല്ലെങ്കിൽ ഉപമിക്കുമ്പോൾ ഒത്തിരി ഒരു അഭിമാനവും ഒക്കെ തോന്നാറുമുണ്ട്. അങ്ങനെ ഒരു ദിവസം ഈ കൃഷിക്കാരൻ ഈ 2 കുടങ്ങളും കൊണ്ട് വെള്ളം എടുക്കാൻ പോകുന്ന സാഹചര്യത്തിൽ എങ്ങനെയോ ഒരു കുടം താഴേക്ക് വീണ് പൊട്ടലുണ്ടായി. എന്നാൽ ആ കൃഷിക്കാരൻ അതൊന്നും വകവയ്ക്കാതെ അതിൽ വെള്ളം നിറച്ച് ഈ കൃഷിസ്ഥലത്തേക്ക് കൊണ്ടുവരികയാണ്. എന്നാൽ ഇത് കണ്ട മറ്റേ കുടമാകട്ടെ ഈ പൊട്ടിയ കുടത്തെ കളിയാക്കുന്നുമുണ്ട്. എങ്ങനെയായിരിക്കും കളിയാക്കിയത്, അല്ലെങ്കിൽ തുടർന്നുള്ള അവരുടെ സംഭാഷണങ്ങൾ എന്തൊക്കെയായിരിക്കും, അല്ലെങ്കിൽ കർഷകൻ എങ്ങനെയായിരിക്കും ആ പൊട്ടിയ കലത്തെ ഉപയോഗിക്കുന്നത് എന്നുള്ള വിശേഷങ്ങളിലേക്കും കഥയിലേക്കും നമുക്ക് മടങ്ങി വരാം. അതിനു മുൻപായി നമ്മുടെ വചന സമീക്ഷയുടെ 1ാമത്തെ കോളറിലേക്ക് നമുക്ക് പോകാം. നമസ്കാരം, വചന സമീക്ഷയിലേക്ക് സ്വാഗതം. ആരാണ്? സാറാം ആന്റി. എവിടെ നിന്ന് വിളിക്കുന്നു? കോട്ടയം. ഓക്കെ ആന്റി, വീട്ടിൽ ആരൊക്കെ ഉണ്ട്? വീട്ടിൽ എന്റെ മോളുണ്ട്, മോടെ കുഞ്ഞുണ്ട്, മോന്റെ കുഞ്ഞ്. ഓക്കെ, അപ്പൊ സന്തോഷമായിട്ട് ഇരിക്കുന്നു അല്ലേ? തീർച്ചയായിട്ടും. കുഞ്ഞുമക്കളൊക്കെ ഉള്ളതുകൊണ്ട് വീട്ടിൽ അത്രയും ഒരു സന്തോഷം ഉണ്ടാവുമല്ലോ. ഉണ്ട്. ഓക്കെ ആന്റി. അപ്പൊ ആന്റി, എന്തായാലും നമുക്ക് അറിയാലോ 4 ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഉണ്ടാവുക. അപ്പൊ നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യനിലേക്ക് പോലെ, എന്നിട്ട് വിശേഷങ്ങളിലേക്ക് വരാം. ഓക്കെ, അപ്പം സാറാമ്മ ആന്റിക്ക് വേണ്ടിയിട്ടുള്ള ചോദ്യം, 1ാമത്തെ ചോദ്യം ഇതാണ്. മിസ്രയീമിനെയും അശൂരിനെയും ഇസ്രായേലിനെയും യഹോവ എങ്ങനെയാണ് വിശേഷിപ്പിച്ചിരിക്കുന്നത്? എന്റെ അനുഗ്രഹിക്കപ്പെട്ട ജനമായിട്ട്. കുറച്ച് പേരുകൾ ഇങ്ങനെ പറയുന്നുണ്ട്. മീൻസ് എങ്ങനെ ഉള്ള ജനങ്ങളാണ് എന്നുള്ളത്. എന്റെ ജനമായ ഇസ്രായേലും എന്റെ കൈകളുടെ പ്രവൃത്തിയായ അശൂരും എന്റെ അവകാശമായ ഇസ്രായേലും അനുഗ്രഹിക്കപ്പെടുന്നു. ഓക്കെ, ഇപ്പോഴാണ് ശരിയായത്. ഞാൻ ഒറ്റ വാക്കില് പറഞ്ഞു. സാറില്ല, ശരി ഉത്തരം. കൺഗ്രാറ്റുലേഷൻസ്. 3 ദേശങ്ങളെ അല്ലെങ്കിൽ 3 ആൾക്കാരെ അല്ലയോ പറയുന്നത്. അപ്പം 3 പേർക്ക് സ്പെഷ്യൽ ആയിട്ട് ഓരോ പ്രത്യേകമായിട്ടുള്ള ക്ലാസിഫിക്കേഷൻസ് കൊടുത്തിട്ടുണ്ട്. അത് ഏതൊക്കെയാന്ന് ചോദിച്ചാൽ, എന്റെ ജനമായ ഇസ്രായേൽ, എന്റെ കൈകളുടെ പ്രവൃത്തിയായ അശൂർ, എന്റെ അവകാശമായ ഇസ്രായേൽ. ഓക്കെ ആന്റി, അവിടെ എന്തൊക്കെയുണ്ട് വിശേഷം? ഇവിടെ മഴയുണ്ട്. ഓക്കെ, കോട്ടയത്തൊക്കെ നല്ല മഴയാന്ന് നമ്മൾ ന്യൂസിലൂടെ ഒക്കെ കേൾക്കുന്നുണ്ട്. അവിടെ സ്കൂളുകൾക്കൊക്കെ അവധിയല്ലേ? മഴയാ, പിന്നെ അവിടെ മരമൊക്കെ വീണുള്ള ശല്യങ്ങളുണ്ട്. ഓക്കെ, എല്ലായിടത്തും അങ്ങനെയൊക്കെ തന്നെയാണ്, മഴക്കാലം ആണല്ലോ. ഓക്കെ ആന്റി, അപ്പൊ ആന്റി എന്തായാലും നമുക്ക് 2ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഓക്കെ, അപ്പൊ ചോദ്യം ഇതാണ്. സൈന്യങ്ങളുടെ യഹോവ അനുഗ്രഹിക്കുന്നത് ആരെയാണ്? സൈന്യങ്ങളുടെ യഹോവ അനുഗ്രഹിക്കുന്നത് തന്റെ ജനത്തെ.
തന്റെ ജനത്തെയാണ്. ഏതൊക്കെ? ആ ഒരു 3 പേരുടെ പേരെടുത്ത് പറയുന്നുണ്ട്. പേര് പറയാം. ഓക്കെ, ആ, പറഞ്ഞോളൂ. മിസ്രയും അശ്ശൂരും ഇസ്രയേലും. അത്രേ ഉള്ളൂ. അതാണ് ശരി ഉത്തരം. കൺഗ്രാറ്റുലേഷൻസ്. താങ്ക് യു. അപ്പോ ഉത്തരം ഇതാണ്: മിസ്രൈമിനെയും അശൂരിനെയും ഇസ്രായേലിനെയും. ഓക്കെ, ആദ്യത്തെ ക്വസ്റ്റ്യൻ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നമ്മൾ ചെറിയൊരു ലിങ്ക് ഉണ്ടല്ലേ, ഒന്ന് ചിന്തിച്ചാൽ ഉത്തരം കിട്ടും. ഏതാണ്ട് സെയിം. ഓക്കെ ഓക്കെ. ആന്റി, ഇന്ന് എന്താ ചെയ്യാ? പാട്ട് പാടുവാണോ അതോ വചനം പറയുവാണോ? എന്താ ചെയ്യാ? എല്ലാം ചെയ്യാം. ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ ഒരു പാട്ട് പാടാവോ? പാട്ട് പാടാം. ഓക്കെ. ഒരിക്കലും ഒരിക്കലും ഞാൻ കൈവിടുകയില്ല, ഭയപ്പെടാതെ ഞാൻ നിൻ കൂടെയുള്ളതാ, തീയിൽ കൂടി നടന്ന നീ വെന്തു പോകുമോ, തിരുവെള്ളങ്ങൾക്ക് നിന്നെ മുക്കാൻ കഴിയുമോ, ദുഃഖത്തിൽ ആശ്വാസമായി ലോകത്തിൽ എൻ സൗഖ്യമാ, ഓരാവിപത്തുകളിൽ താൻ ശാശ്വത ഭുജങ്ങളാൽ ആരോധനത്തിടും ഈ സ്നേഹസ്വരൂപൻ എല്ലാത്മസ്നേഹിതൻ. ആന്റി വളരെ നന്നായിട്ട് പാടി, നന്നായിട്ട് പാടി. ആ പാട്ട് ഒരുപാട് 50 വർഷം മുൻപുള്ള പാട്ടാ. ആണോ? പക്ഷെ അതിങ്ങനെ എന്താ പറയാ, മനസ്സുകൊണ്ട് നമ്മൾ പാടാന്ന് പറയില്ലേ, അങ്ങ് മുഴുകിയിരുന്ന് പാടി. വളരെ പഴകിയ പാട്ടാ, 50 വർഷം. പക്ഷെ നന്നായി 50 വർഷത്തിന്റെ ഒരു എന്താ പറയാ, ഒരു ഓർമ്മ പുതുക്കല് പോലെ പാടിയല്ലോ. വചന സമീക്ഷയുടെ ഫ്ലോറിൽ കൂടെ ആണല്ലോ പാടി. അത് അതിനേക്കാളും വലിയ സന്തോഷം. ഓക്കെ, അപ്പൊ അതിന് നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻസിലേക്ക് പോയാലോ? ഓക്കെ, അപ്പൊ ആന്റിക്ക് വേണ്ടിയിട്ടുള്ള മൂന്നാമത്തെ ചോദ്യം ഇതാണ്: ആരുടെ കൽപ്പന പ്രകാരമാണ് തർത്താൻ അശ്ദോദിലേക്ക് പോയത്? സർഗോന്റെ കൽപ്പന പ്രകാരം. ശരി ഉത്തരം. കൺഗ്രാറ്റുലേഷൻസ്. അശൂർ രാജാവായ സർഗോന്റെ കൽപ്പന പ്രകാരം. അതെ. അപ്പം എനിക്കിപ്പോ ഒരു കാര്യം ഉറപ്പാണ്, എന്തായാലും ഞാൻ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസിലൊന്നും ഒരു ഡൗട്ടും ഇല്ലാണ്ട് ഉത്തരം പറയും. ഓക്കെ, അപ്പൊ നാലാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോയാലോ? ഓക്കെ ആന്റി, അപ്പൊ ചോദ്യം ഇതാണ്: തർത്തോനോടുള്ള സർഗോന്റെ കൽപ്പന എന്തായിരുന്നു? സർഗോന്റെ കൽപ്പന. അതെ, സർഗോൻ യുദ്ധം ചെയ്യണമെന്ന്. യുദ്ധം ചെയ്ത് എന്ത് ചെയ്യണം? വെറുതെ യുദ്ധം ചെയ്താൽ മതിയോ? യുദ്ധം ചെയ്തിട്ട് എന്ത് ചെയ്യണം? ആന്റി ഒരിക്കൽ കൂടി ഉത്തരം ഒന്ന് ക്ലിയർ ആയിട്ട് പറയാവോ? സർഗോന്റെ കൽപ്പന പ്രകാരം ചെന്ന് യുദ്ധം ചെയ്ത് അതിനെ പിടിച്ചെടുക്കണം. ഓക്കെ, ഇപ്പൊ ശരി ഉത്തരമായി. കൺഗ്രാറ്റുലേഷൻസ്. ഉത്തരം ഇതാണ്: അശ്ദോദിനോട് യുദ്ധം ചെയ്ത് അതിനെ കീഴടക്കുക. വെറുതെ യുദ്ധം ചെയ്താൽ പോരല്ലോ, കീഴടക്കണമല്ലോ. ഓക്കെ, അപ്പൊ 4 ക്വസ്റ്റ്യൻസും ശരി ഉത്തരമാണ്. അപ്പൊ വലിയ കൺഗ്രാറ്റുലേഷൻ. അപ്പൊ ആന്റി എന്തായാലും തീർച്ചയായിട്ടും പ്രാർത്ഥിക്കാം കേട്ടോ. ആന്റിക്ക് വേണ്ടിയിട്ട്, കുടുംബത്തിന് വേണ്ടിയിട്ട്, ഭാവിക്ക് വേണ്ടിയിട്ടൊക്കെ നമ്മളും പ്രാർത്ഥിക്കാം. ഓക്കെ ആന്റി, അപ്പൊ താങ്ക് യു. ഇനിയും വിളിക്കാം കേട്ടോ. ഓക്കെ ആന്റി, താങ്ക് യു. അപ്പോൾ കോട്ടയത്ത് നിന്നുള്ള സാറാമ്മ ആന്റി ആയിരുന്നു നമ്മളോടൊപ്പം കോളിൽ ഉണ്ടായിരുന്നത്. ആന്റിക്കും ആന്റിയുടെ കുടുംബത്തിനും ഒക്കെ വേണ്ടിയിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം, നമ്മുടെ പ്രാർത്ഥനയിലൊക്കെ ഓർക്കാം. നമുക്ക് നമ്മുടെ കഥയിലേക്ക് മടങ്ങി വരാം. ഈ പൊട്ടിയ കുടവും അല്ലെങ്കിൽ ഒന്നും പറ്റാത്ത, ഒന്നും സംഭവിക്കാത്ത ആ നല്ല കുടവും, ഈ 2 കുടങ്ങളും തമ്മിൽ ഒരു സംഭാഷണം നടക്കുകയാണ്. എന്നാൽ കൃഷിക്കാരൻ അതൊന്നും ശ്രദ്ധിക്കുന്നു, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ശ്രദ്ധ അതിലേക്ക് പതിക്കുന്നുമില്ല. ഈ പൊട്ടിയ കലം അല്ലെങ്കിൽ ആ കുടം ഈ പൊട്ടാത്ത കലത്തിനെ നോക്കി സ്വന്തം ശരീരത്തിലേക്ക് അല്ലെങ്കിൽ സ്വയം നോക്കിയിട്ട് ഇങ്ങനെ പറയുന്നുണ്ട്:
അല്ലെങ്കിലും എന്തൊരു കഷ്ടമാണ് എൻ്റെ ശരീരം, അല്ലെങ്കിൽ ഞാൻ പൊട്ടിപ്പോയി, ഞാൻ ഇനി എങ്ങനെയായിരിക്കും എൻ്റെ യജമാനനോട് നീതി പുലർത്തുക, നിറയെ വെള്ളം എടുത്താലും ഈ വീട്ടിലേക്ക് എത്തുമ്പോൾ അത് പകുതി മാത്രമേ ഉള്ളൂ, ബാക്കിയെല്ലാം ഒലിച്ചു പോവുക, ഞാൻ ഇനി എന്ത് ചെയ്യും? അങ്ങനെ വിഷമിച്ചിരിക്കുന്ന ഈ പൊട്ടിയ കലത്തിനോട് പൊട്ടാത്ത കലം പറയുന്നുണ്ട്, അല്ലെങ്കിലും നിന്നെ കൊണ്ട് ഇനി ഒരു ഉപകാരവും ഇല്ല, കാരണം ഇത് യജമാനന് കൂടുതൽ ജോലി ഭാരം ഉണ്ടാക്കുകയുള്ളൂ, നിന്നെയും എന്നെയും ഒരുപോലെ പുഴയിൽ നിന്ന് നിറച്ചെടുത്തുകൊണ്ട് വരുന്നുണ്ട്, ഈ വീടെത്തുമ്പോൾ അല്ലെങ്കിൽ കൃഷിസ്ഥലം എത്തുമ്പോൾ ഞാൻ നിറയെ വെള്ളം കൊടുക്കുന്നു, പക്ഷേ നിനക്ക് അതിനെ കൊണ്ടൊന്നും പറ്റുന്നില്ല, അധികം വൈകാതെ തന്നെ യജമാനൻ നിന്നെ തീർച്ചയായിട്ടും ഉപേക്ഷിക്കും, അങ്ങനെയെങ്കിൽ വീണ്ടും യജമാനന്റെ പ്രിയപ്പെട്ട കുടമായിട്ട് ഞാൻ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. അത് ഏറ്റവും അഹങ്കാരത്തോടു കൂടി പൊട്ടിയ കുടത്തെ നോക്കി പറയാണ്. എന്നാൽ ഇതിൽ അതീവ ദുഃഖിതനായി ഈ പൊട്ടിയ കുടമാകട്ടെ യജമാനനോട് പരാതി പറയാൻ ആഗ്രഹിക്കുകയാണ്. അങ്ങനെ യജമാനോട് പരാതിയും പറയുന്നുണ്ട്, അല്ലയോ യജമാനെ, ഇനി എന്നെ കൊണ്ട് വലിയ ഉപയോഗമൊന്നും ഇല്ലല്ലോ, അപ്പോൾ എന്നെ ഉപേക്ഷിച്ച് കളയുക. എന്നാൽ അതിനെ ആ കലങ്ങളെ പോലും ഞെട്ടിച്ചുകൊണ്ടുള്ള ഒരു ഉത്തരമായിരുന്നു യജമാനൻ നൽകിയത്. എന്താണ് ആ ഉത്തരമെന്നും അല്ലെങ്കിൽ ആ പൊട്ടിയ കുടത്തെ സന്തോഷിപ്പിച്ച ഉത്തരം എന്തായിരുന്നു എന്നുള്ളതിലേക്ക് നമുക്ക് മടങ്ങി വരാം. അതിനു മുൻപായി നമ്മുടെ വചന സമീക്ഷയുടെ ഇന്നത്തെ രണ്ടാമത്തെ കോളറിലേക്ക് നമുക്ക് പോകാം. നമസ്കാരം, വചന സമീക്ഷയിലേക്ക് സ്വാഗതം. ആരാണ്? ഞാൻ സുനി. ഓക്കെ, സുനി ചേച്ചി എവിടെ നിന്ന് വിളിക്കുന്നു? ട്രിവാൻഡ്രം. ഓക്കെ, വീട്ടിലാരൊക്കെ ഉണ്ട്? വീട്ടില് അമ്മയുണ്ട്, ചേച്ചിയും കുടുംബമൊക്കെ ഉണ്ട്. ഓക്കെ, അപ്പം എല്ലാരും എന്റെ മകനുണ്ട്. മകൻ സ്കൂളിൽ പഠിക്കുവാണോ? വെളിയിലാണ്. എന്തോ? ഹസ്ബൻഡ് സ്ഥലത്തില്ല. ഓക്കെ ഓക്കെ, മോന് പഠിക്കുവാണോ? ഓക്കെ ഓക്കെ. അപ്പം ചേച്ചി, നമുക്ക് എന്തായാലും 4 ക്വസ്റ്റ്യൻസ് ആണ് ഉള്ളത്. അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോയാലോ, എന്നിട്ട് വിശേഷങ്ങളിലേക്ക് വരാം. അതെ. ഓക്കെ, അപ്പൊ ചേച്ചിക്ക് വേണ്ടിയിട്ടുള്ള ഒന്നാമത്തെ ചോദ്യം ഇതാണ്: എന്തൊക്കെ ഒരുക്കുവാനാണ് യഹോവ പ്രഭുക്കന്മാരെ ഏൽപ്പിച്ചത്? മേശ ഒരുക്കുവാനും പരവതാനി വിരിക്കുവാനും പരിചയ്ക്ക് എണ്ണ പൂശുവാനും. ശരി ഉത്തരം, കൺഗ്രാറ്റുലേഷൻസ്. ഓക്കെ, ഉത്തരം ഇതാണ്: മേശ ഒരുക്കുവാനും പരവതാനി വിരിക്കുവാനും പരിചയ്ക്ക് എണ്ണ പൂശുവാനും. ഓക്കെ, കുഞ്ഞു സ്കൂളിൽ പോയോ? അതെ. ഓക്കെ, അപ്പോൾ സ്വാഭാവികമായിട്ടും സ്കൂളിൽ പോകുമ്പോൾ വീട്ടിൽ വേറെ ആരെങ്കിലും ഉണ്ടോ ചേച്ചി? ഒറ്റയ്ക്കാണോ? അമ്മയുണ്ട്. ഓക്കെ ഓക്കെ ഓക്കെ, അപ്പൊ പോവാൻ ആളുണ്ടല്ലേ? ഓക്കെ, അപ്പൊ ചേച്ചി എന്തായാലും നമുക്ക് രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോയാലോ? അതെ. ഓക്കെ, ചേച്ചിക്ക് വേണ്ടിയിട്ടുള്ള രണ്ടാമത്തെ ചോദ്യം ഇതാണ്: ആരെ നിയോഗിക്കുവാനാണ് യഹോവ ഏശയ്യാവിനോട് കൽപ്പിച്ചത്? അവൻ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞു? ഒരു കാവൽക്കാരനെ അവൻ കണ്ടത് അറിയിക്കുവാന്. ഓക്കെ, ശരി ഉത്തരം, കൺഗ്രാറ്റുലേഷൻസ്. ഉത്തരം ഇതാണ്: ഒരു കാവൽക്കാരനെ അവൻ കാണുന്നത് അറിയിക്കുവാൻ. ഓക്കെ, നമുക്ക് മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. ചോദ്യം ഇതാണ്: കാവൽക്കാരൻ കണ്ടത് എന്തായിരുന്നു? എന്താണ് ക്വസ്റ്റ്യൻ ഒരിക്കൽ കൂടി പറയൂ. കാവൽക്കാരൻ കണ്ടത് എന്തായിരുന്നു? ഒരു ഈരണ്ടായി വരുന്ന കുതിരപ്പടയും കഴുതപ്പടയും ഒട്ടകപ്പടയും. ഓക്കെ, ശരി ഉത്തരം, കൺഗ്രാറ്റുലേഷൻസ്. ഉത്തരം ഇതാണ്: ഈരണ്ടായി വരുന്ന കുതിരപ്പടയെയും കഴുതപ്പടയെയും ഒട്ടകപ്പടയെയും. ഓക്കെ, ചേച്ചി കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട്. ഓക്കെ, ബൈബിളിലെ ചേച്ചിക്ക് ഇഷ്ടപ്പെട്ട ഒരു കഥാപാത്രത്തിന്റെ പേര് പറയാവോ? എല്ലാ കഥാപാത്രത്തെയും ഇഷ്ടമാണ്. എന്നാലും ജോസഫ്. അതെന്തു പറ്റി? എന്തുകൊണ്ടാ ഇഷ്ടപ്പെടാൻ കാരണം? ജോസഫിനെ കുറിച്ച് കുറെ കാര്യങ്ങൾ പറയാനുണ്ട്, എങ്കിലും പ്രധാനപ്പെട്ടത് യേശു, യോസഫിന് ഇങ്ങനെ കർത്താവിനോട് സമമായതുപോലെ ഉണ്ട്. അതായത് തന്നോട് തെറ്റ് ചെയ്ത സഹോദരങ്ങളോട് ക്ഷമിക്കുകയുണ്ടായി. അതിന്റെ ഒരു വചനം എന്ന് പറയുന്നത് ഇതാണ്: യോസഫിന്റെ സഹോദരങ്ങള് യാക്കോബ് മരിക്കുന്ന സമയത്ത് യോസഫിന്റെ അടുത്ത് വരികയും ക്ഷമ ചോദിക്കുകയും കരയുകയൊക്കെ ചെയ്തു. ഞങ്ങളോട് ഇനി ക്ഷമിക്കണം എന്നൊക്കെ പറഞ്ഞ് അവരിങ്ങനെ ക്ഷമ ചോദിച്ചു. അപ്പൊ യോസഫ് പറയണ, ഞാൻ ദൈവത്തിന്റെ പക്ഷത്താണോ? അതായത് ക്ഷമ തരുവാൻ തക്കോണം ദൈവത്തെ പോലെയാണോ നിങ്ങൾ എന്നെ കാണുന്നത്? അത് ശരിക്കും വചനം അങ്ങനെയല്ല, എന്റെ പോയിന്റ് പറയാണ്. അപ്പൊ അങ്ങനെ ചോദിച്ചിട്ട് അവരോട് പറഞ്ഞു, നിങ്ങളെ ദൈവം ഇങ്ങോട്ട് അയച്ചതാണ് രക്ഷയ്ക്കായി, അതുകൊണ്ട് നിങ്ങൾ വിഷമിക്കണ്ട എന്ന് പറഞ്ഞ് അവരെ ആശ്വസിപ്പിക്കുകയാണ്.
അപ്പൊ അങ്ങനെ യേശു കർത്താവിനെ പോലെ ഒരു സാമ്യം യോസഫിനുണ്ട് തോന്നിയിട്ടുണ്ട്. അപ്പൊ അതൊക്കെ വെച്ചിട്ട് ഓക്കെ, യോസഫിനെ എനിക്ക് ഏറ്റവും ഇഷ്ടം. ഓക്കെ. ഈശോ പ്രധാനമായിട്ട് പറഞ്ഞ നിന്നെ പോലെ നിന്റെ സഹോദരനെ സ്നേഹിക്കാന്നുള്ള ആ ഒരു കൽപ്പന പൂർണ്ണമായിട്ടും ജോസഫിന് കാണാൻ പറ്റുന്നുണ്ട് അല്ലേ? ആ ഓക്കെ, ഓക്കെ ചേച്ചി, വളരെ നല്ലൊരു ആശയം അല്ലെങ്കിൽ വളരെ നല്ലൊരു സന്ദേശമായിരുന്നു കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് ലാസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. അതെ, ഓക്കെ. ചോദ്യം ഇതാണ്: സെയിരിൽ നിന്ന് ഒരുവൻ ഏശയ്യാവിനോട് വിളിച്ചു ചോദിച്ചത് എന്താണ്? കാവൽക്കാരാ രാത്രി എന്തായി? ഓക്കെ, ശരി ഉത്തരം. കൺഗ്രാറ്റുലേഷൻസ്. ഉത്തരം ഇതാണ്: കാവൽക്കാരാ രാത്രി എത്രത്തോളമായി. ഇപ്പൊ സന്തോഷമായില്ലേ 4 ക്വസ്റ്റ്യൻസ് ശരി പറയാൻ പറ്റിയപ്പോ? അതെ അതെ, സന്തോഷം. ഓക്കെ, അപ്പം തീർച്ചയായിട്ടും കുഞ്ഞിനും നമ്മുടെ കുടുംബത്തിനും ഒക്കെ വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാം കേട്ടോ. ഇനിയും വിളിക്കുക. ഓക്കെ, ഓക്കെ. താങ്ക് യു ചേച്ചി, താങ്ക് യു സോ മച്ച്. അപ്പോൾ സുനി ചേച്ചിയായിരുന്നു, തിരുവനന്തപുരത്ത് നിന്നുള്ള സുനി ചേച്ചിയായിരുന്നു നമ്മളോടൊപ്പം കോളിൽ ഉണ്ടായിരുന്നത്. വിശുദ്ധ ഗ്രന്ഥത്തിലെ കഥാപാത്രങ്ങളെയും ഒക്കെ, പ്രത്യേകിച്ച് പഴയ നിയമത്തിലുള്ള കഥാപാത്രങ്ങളെ പുതിയ നിയമത്തിലുള്ള ഈശോയുടെ പ്രമാണങ്ങളുമായിട്ട് അല്ലെങ്കിൽ ആശയങ്ങളുമായിട്ട് സന്ദേശങ്ങളുമായിട്ട് ബന്ധപ്പെടുത്തി ഒരു ബന്ധം കണ്ടെത്തി എടുക്കുക എന്നുള്ളത് വിശുദ്ധ ഗ്രന്ഥം വായിച്ചാലേ നമുക്ക് മനസ്സിലാവുകയുള്ളൂ, അല്ലെങ്കിൽ അത്രത്തോളം വിശുദ്ധ ഗ്രന്ഥത്തോട് ചേർന്ന് നിൽക്കുന്നവർക്ക് മാത്രമേ മനസ്സിലാവുള്ളൂ. അപ്പോൾ ചേച്ചി അത് വളരെ വ്യക്തമായിട്ട് വളരെ നല്ലൊരു നിരീക്ഷണമായിരുന്നു പറഞ്ഞത്. അപ്പോൾ ഇതുപോലുള്ള പുതിയ നിരീക്ഷണങ്ങൾക്ക് വേണ്ടിയിട്ട് നമുക്ക് കാത്തിരിക്കാം. നമ്മുടെ നല്ല പ്രേക്ഷകർ അതിനുവേണ്ടി വിളിച്ച് ഇങ്ങനെയുള്ള നിരീക്ഷണങ്ങൾ, കഥാപാത്രങ്ങൾ ഒക്കെ നമുക്ക് പരിചയപ്പെടുത്തട്ടെ. നമുക്ക് നമ്മുടെ കഥയിലേക്ക് മടങ്ങി വരാം. ഈ കൃഷിക്കാരനോട് ഈ പൊട്ടിയ കലം വിഷമം പറയുമ്പോൾ കൃഷിക്കാരൻ അതിനെ ആശ്വസിപ്പിക്കുന്നത് ഇങ്ങനെയാണ്. പക്ഷെ അയാൾ അതിനെ ആശ്വസിപ്പിക്കുമ്പോഴും ആ പൊട്ടാത്ത കലം ഇതിനെ നോക്കി ചിരിക്കുന്നുണ്ടായിരുന്നു, പുച്ഛത്തോടെ നോക്കുന്നുണ്ടായിരുന്നു. ആ കൃഷിക്കാരൻ ഇങ്ങനെയാണ് പറഞ്ഞത്: അല്ലയോ പ്രിയപ്പെട്ട പൊട്ടിയ കുടമേ, നീ ഒന്ന് നോക്കൂ. ഞാൻ ഈ പുഴയിൽ നിന്നും എൻ്റെ കൃഷിയിടത്തിലേക്ക് അല്ലെങ്കിൽ എൻ്റെ വീട്ടിലേക്ക് വരുന്ന വഴികളിലൊക്കെയും ആദ്യം ഇവിടെ തരിശായ ഭൂമിയായിരുന്നു. എന്നാൽ ഇപ്പോൾ ഒന്ന് നോക്കൂ, ഇവിടെ മുഴുവൻ പുല്ല് മുളച്ച് വിവിധ തരത്തിലുള്ള ചെടികളൊക്കെയും വളർന്നു വരുന്നുണ്ട്. അതിനർത്ഥം ഞാൻ ഈ പോകുന്ന വഴിക്ക് ഈ പൊട്ടിയ നിന്നിൽ നിന്നും ഇറ്റിറ്റ് വീഴുന്ന വെള്ളത്തുള്ളികൾ ഈ മണ്ണിന് പുതുജീവൻ നൽകി അല്ലെങ്കിൽ പുതുജീവൻ നൽകി ഇവിടെയെല്ലാം ഈ പുതിയ മുളമ്പുകളെ അല്ലെങ്കിൽ പുതിയ നാമ്പുകളെ മുളപ്പിച്ചെടുക്കുകയാണ് ചെയ്തത്. അങ്ങനെയെങ്കിൽ നീ എനിക്ക് ചെയ്യുന്ന ഉപകാരത്തെക്കാൾ അധികമായി ഈ പ്രകൃതിക്ക് കൂടി ഉപകാരം ചെയ്യുകയല്ലേ? തരിശായ ഭൂമിയെ ഇത്തരത്തിലൊരു പുൽനിലമാക്കാൻ നീ സഹായിക്കുകയല്ലേ? അങ്ങനെയെങ്കിൽ എങ്ങനെയാണ് എനിക്ക് നിന്നെ ഉപേക്ഷിക്കാനാവുക? എനിക്ക് എൻ്റെ കാര്യം മാത്രമല്ലല്ലോ, എൻ്റെ ചുറ്റിലുമുള്ളവരുടെ കാര്യം കൂടി നോക്കണ്ടേ? അങ്ങനെയെങ്കിൽ ഞാൻ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ഈ പ്രകൃതിക്ക് ഇത്രയും വലിയ ഉപകാരം ചെയ്യുവാൻ എന്നെ സഹായിക്കുന്നത് നീയല്ലേ? എന്നാൽ ഇത് കേട്ടി പൊട്ടിയ കലം അതിശയത്തോടുകൂടി, ആശ്ചര്യത്തോടുകൂടി, സങ്കടത്തോടുകൂടി ഈ കൃഷിക്കാരനെ നന്ദി പറയുകയാണ്. എന്നാൽ ഈ പൊട്ടാത്ത കലമാകട്ടെ ഒന്ന് ജാള്യതയോടുകൂടി ഇതിനെ നോക്കുന്നുമുണ്ട്. അപ്പോൾ ഈ പൊട്ടിയ കലം ഇനി എന്തായിരിക്കും കൃഷിക്കാരനോട് തൻ്റെ നന്ദി സൂചകമായിട്ടുള്ള വാക്കുകൾ അറിയിക്കുക എന്നുള്ള ആ ഒരു വിശേഷത്തിലേക്ക്, കഥയിലേക്ക് നമുക്ക് മടങ്ങി വരാം. അതിനു മുൻപായി വചന സമീക്ഷയുടെ ഇന്നത്തെ അവസാനത്തെ കോളറിലേക്ക് നമുക്ക് പോകാം. നമസ്കാരം, വചന സമീക്ഷയിലേക്ക് സ്വാഗതം. ആരാണ്? ഷൈനിയാണ്, ചെറിയ കുണ്ണിന്ന് ഷൈനി ചേച്ചി. അതെ. ഓക്കെ ചേച്ചി, വീട്ടിൽ ആരൊക്കെ ഉണ്ട്? ഹസ്ബൻഡും മോനും ഉണ്ട്. ഓക്കെ, മോൻ സ്കൂളിൽ പഠിക്കുവാണോ? അതെ, 1ാം ക്ലാസ്സിൽ. ഓക്കെ, അപ്പൊ സ്കൂളിൽ പോയി കാണുമല്ലോ? ഇന്നും പോയിട്ടില്ല, അവന് നല്ല സുഖമില്ല. ഓക്കെ ഓക്കെ, ശാരീരികമായിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടാണോ? ചുമയുണ്ട്. ഓക്കെ ഓക്കെ ഓക്കെ, സാരമില്ല. ഓക്കെ, സാരമില്ല, അത് കാലാവസ്ഥയുടെ ഒക്കെ കൂടി ഒരു പ്രശ്നമായിരിക്കും. അതെ അതെ. ഓക്കെ, അപ്പൊ ചേച്ചി സുഖമായിട്ടിരിക്കുന്നോ? സുഖമായിരിക്കുന്നു. ഓക്കെ ചേച്ചി, അപ്പൊ നമുക്ക് എന്തായാലും 4 ക്വസ്റ്റ്യൻസ് ഉണ്ടല്ലോ, ക്വസ്റ്റ്യൻസിലേക്ക് കടക്കാം, എന്നിട്ട് വിശേഷങ്ങളിലേക്ക് വരാം. ഓക്കെ ചേച്ചി, ചേച്ചിക്ക് വേണ്ടിയിട്ടുള്ള ഒന്നാമത്തെ ചോദ്യം ഇതാണ്: ഏത് താഴ്വരയെ കുറിച്ചാണ് യേശയ്യാവിന്റെ പ്രവചനം ഉണ്ടായത്? ദർശന താഴ്വര. ഓക്കെ, ശരി ഉത്തരം. കൺഗ്രാറ്റുലേഷൻസ്. ഉത്തരം ഇതാണ്, ദർശന താഴ്വര. ഓക്കെ, രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോയാലോ? ചോദ്യം ഇതാണ്: കോലാഹലം നിറഞ്ഞും ആരവപൂർണവുമായിരിക്കുന്ന ഉല്ലസിത നഗരത്തിന്റെ അധിപന്മാർക്ക് എന്ത് സംഭവിച്ചു? അവരെല്ലാവരും ഒന്നിച്ച് ഓടിപ്പോയി. ശരി ഉത്തരം. കൺഗ്രാറ്റുലേഷൻസ്. താങ്ക് യു. ഉത്തരം ഇതാണ്, അവർ എല്ലാവരും ഒന്നിച്ച് ഓടിപ്പോയി. ഓക്കെ, ഇപ്പൊ സന്തോഷമായില്ലേ 2 ക്വസ്റ്റ്യൻസ് ശരിയായപ്പോ? ചേച്ചിക്ക് ബൈബിളില് ഇതുവരെ വായിച്ചിട്ടുള്ള ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു വചനം പറയാവോ? നമ്മളുമായിട്ട് പങ്കുവെക്കാവോ? യഹോവയിൽ ആശ്രയിക്കുകയും യഹോവ തന്നെ ആശ്രയമായിരിക്കുകയും ചെയ്യുന്ന മനുഷ്യൻ ഭാഗ്യവാൻ.
ഇരമ്യാവ് 17:7. ഓക്കെ, ഭയങ്കരമായിട്ട് പ്രാർത്ഥനയും ആശ്രയം ഒക്കെ ഉള്ള ആളല്ലേ? അത് ദൈവം മാത്രമേ ഉള്ളൂ നമുക്ക്. ഓക്കെ, അത് പെട്ടെന്നൊരു വചനം പറയാൻ പറഞ്ഞപ്പോ ആ ഒരു ആശ്രയത്തിന്റെ വചനം തന്നെ പറഞ്ഞപ്പോ തോന്നി. ഓക്കെ, നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് മടങ്ങി വരാം. അടുത്ത ചോദ്യം ഇതാണ്: യെരൂശലേമിന്റെ ഭാവിയെ കുറിച്ചുള്ള യഹോവയുടെ വെളിപാടിനോടുള്ള യേശയ്യാവിന്റെ വികാരം എന്തായിരുന്നു? യെരൂശലേമിന്റെ ഭാവിയെ കുറിച്ച് അറിഞ്ഞിട്ട് യെശയ്യാവ് അതിദുഃഖത്തോടെ പൊട്ടിക്കരഞ്ഞു. ശരി ഉത്തരം, കൺഗ്രാറ്റുലേഷൻസ്. ഉത്തരം ഇതാണ്, അതിദുഃഖത്തോടെ പൊട്ടിക്കരഞ്ഞു. ഓക്കെ, അപ്പം എനിക്ക് തോന്നുന്നു ആ വചനഭാഗം എല്ലാം കാണാപ്പാടമായിരിക്കും അല്ലേ? കാണാപ്പാടമല്ല, വായിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ലാസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാണേ. ഓക്കെ, ചോദ്യം ഇതാണ്: ദർശന താഴ്വരയിൽ എന്തെല്ലാം കഷ്ടപ്പാടുകളാണ് വരുന്നത്? മർദ്ദനം, പരിശ്രമം എന്നിവയുള്ള ദിവസം വരും. ഓക്കെ, ശരി ഉത്തരം, കൺഗ്രാറ്റുലേഷൻസ്. താങ്ക് യു. ഉത്തരം ഇതാണ്, മർദ്ദനം, പരിഭ്രമം എന്നിവയുള്ള ദിവസം വരും. ഓക്കെ, അപ്പൊ 4 ക്വസ്റ്റ്യൻസും ഒരു സംശയം കൂടാണ്ട് ശരിയാക്കിയിട്ടുണ്ട്. അപ്പൊ എല്ലാത്തിനും പുറമെ വലിയൊരു കൺഗ്രാറ്റുലേഷൻ. താങ്ക് യു. ഒപ്പം ഒരു വചനവും ഒക്കെ പറഞ്ഞു. അപ്പൊ തീർച്ചയായിട്ടും ചേച്ചി കുടുംബത്തിന് വേണ്ടിയിട്ടൊക്കെ പ്രാർത്ഥിക്കാം, കുഞ്ഞിന് വേണ്ടിയിട്ടും ഒക്കെ പ്രാർത്ഥിക്കാം കേട്ടോ. ഓക്കെ, ചേച്ചി പാട്ടൊക്കെ പാടാറുണ്ടോ? മോനാണ് സാധാരണ പാടുന്നത്. ഓക്കെ, അപ്പൊ സുഖമില്ല, ഇനി അടുത്ത തവണ വിളിക്കുമ്പോ പാടാം. ഓക്കെ ചേച്ചി, സാറില്ല. അപ്പൊ എന്തായാലും മോനെ കുറച്ചുകൂടെയൊക്കെ ശ്രദ്ധിക്കാനൊക്കെ പറ്റട്ടെ കേട്ടോ, പ്രാർത്ഥിക്കാം കേട്ടോ, പെട്ടെന്ന് സുഖം കിട്ടട്ടെ അവനും. ഓക്കെ ചേച്ചി, താങ്ക് യു. അപ്പോൾ തിരുവനന്തപുരത്തെ ചെറിയ കുണിയിൽ നിന്നുള്ള ഷൈനി ചേച്ചിയായിരുന്നു നമ്മളോടൊപ്പം ഉണ്ടായിരുന്നത്. ചേച്ചി വളരെ വ്യക്തമായിട്ടുള്ള രീതിയിൽ ഉത്തരങ്ങൾ നൽകി, ഒപ്പം തന്നെ വചനമൊക്കെ പങ്കുവെച്ചു. അങ്ങനെ വളരെ സന്തോഷകരമായിട്ടുള്ളൊരു പോസിറ്റീവായിട്ടുള്ളൊരു കോൾ കൂടിയായിരുന്നു. തീർച്ചയായിട്ടും കുടുംബത്തിനും ചേച്ചിക്കും ഒക്കെ വേണ്ടിയിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്ക് നമ്മുടെ കഥയുടെ അന്ത്യത്തിലേക്കും നമ്മുടെ ഒരു വചന സമീക്ഷയുടെ ഈ ഒരു അധ്യായത്തിൻ്റെ അന്ത്യത്തിലേക്കും മടങ്ങി വരാം. അപ്പോൾ ഈ പൊട്ടിയ കുടം തിരിച്ച് ആ ഒരു കൃഷിക്കാരനോട് നന്ദി സൂചകമായി തൻ്റെ യജമാനോട് ഇങ്ങനെ പറയുന്നുണ്ട്: പ്രിയപ്പെട്ട യജമാനെ, അല്ലയോ എനിക്ക് എൻ്റെ ആ ഒരു ബലഹീനത, എൻ്റെ കഴിവുകേട് വലിയൊരു കുറ്റമായിട്ട് തോന്നി. പക്ഷെ അങ്ങയുടെ കണ്ണിൽ അത് വലിയൊരു നിറവായിരുന്നു. ഒപ്പം തന്നെ അങ്ങ് എന്നെ പരിഗണിക്കുകയും ചെയ്തു. അങ്ങനെയെങ്കിൽ തീർച്ചയായിട്ടും ഇനിയും ഒരുപാട് ബലഹീനതകൾ, ഇനിയും ഒരുപാട് പൊട്ടലുകൾ എൻ്റെ ശരീരത്തിൽ ഉണ്ടാവുകയാണെങ്കിലും അതിനെയൊക്കെ അതിജീവിക്കുവാനുള്ള ഒരു വളരെ മഹത്തരമായിട്ടുള്ള ചിന്താഗതി എനിക്ക് കിട്ടിക്കഴിഞ്ഞു. അങ്ങനെയെങ്കിൽ തീർച്ചയായിട്ടും ഇത് മറ്റുള്ളവർക്ക് കൂടി മാതൃകയാകണം യജമാനനെ എന്ന് പറഞ്ഞ് അത് സന്തോഷത്തോടു കൂടി അതിൻ്റെ മറുപടി അറിയിക്കുകയാണ്. പ്രിയമുള്ളവരെ, നമ്മുടെയൊക്കെ ജീവിതത്തിൽ പലപ്പോഴും ഇതല്ലേ സംഭവിക്കുക? ചെറിയ ചെറിയ ചില നെഗറ്റീവ്സ് അല്ലെങ്കിൽ ചെറിയ ചില നമ്മുടെ അപാകതകൾ ഒക്കെയും വലുതായിട്ട് കാണുവാൻ പലപ്പോഴും നമ്മൾ പരിശ്രമിക്കാറുണ്ട്, അല്ലെങ്കിൽ പലപ്പോഴും നമ്മൾ ആ ഒരു ചുഴിയിലേക്ക് അകപ്പെട്ടു പോകാറുണ്ട്. ഒരുപക്ഷെ മറ്റുള്ളവരുടെ ജീവിതത്തിൽ അത് വലിയ പ്രകാശമായിരിക്കും നൽകുക എന്ന് തിരിച്ചറിയുവാനും നമ്മൾ മടിക്കുന്നുണ്ട്. നമ്മുടെ ജീവിതത്തിലെ ഇത്തരം ചെറിയ കുറവുകളെ, നമ്മുടെ ജീവിതത്തിലെ ചെറിയ ചില കരടുകളെ ഒക്കെയും വലുതാക്കി കാട്ടുവാനോ അല്ലെങ്കിൽ മറ്റുള്ളവർ പറയുന്നത് അതിനെ അനുകൂലിച്ചുകൊണ്ട് നമ്മുടെ കുറവുകളെ നാം പരിഹരിക്കാതെ മുന്നോട്ട് പോകുവാനോ ശ്രമിക്കരുത്. പിന്നെയോ നമ്മുടെ കുറവുകളെ തിരിച്ചറിഞ്ഞുകൊണ്ട് മറ്റുള്ളവർക്ക് അത് നന്മയാക്കി മാറ്റുവാനുള്ള ഒരു ശ്രമമാണ് നമ്മുടെ ഭാഗത്തു നിന്നും ഉണ്ടാകേണ്ടത്. അത്തരത്തിൽ നമ്മൾ ജീവിക്കുകയാണെങ്കിൽ തീർച്ചയായും ആ യജമാനനെ പോലെ മറ്റുള്ളവരെ സന്തോഷിപ്പിക്കുവാൻ നമ്മുടെ ഉള്ളിലെ ചെറിയ നന്മ വലിയൊരു നന്മയായുടെ തീഗോളമായിക്ക് ലോകത്തിന് നൽകുവാൻ നമ്മളെ കൊണ്ട് സാധിക്കും. അതിനുള്ളതായി നമ്മുടെ ജീവിതത്തെ നമുക്ക് ക്രമപ്പെടുത്താം. നമ്മുടെ ഇന്നത്തെ വചന സമീക്ഷയുടെ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു. പുതിയൊരു അധ്യായത്തിലൂടെ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. നന്ദി, നമസ്കാരം.